വെൽക്കം ടു ഇമോജി മല്ലു മൂവി റിവ്യൂ. പൊന്മാൻ എന്നൊരു സിനിമ കണ്ടു. അമ്പോ അടിപൊളി പടം, ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ. സിനിമ പറയുകയാണെങ്കിൽ ഇതൊരു കോമഡി സിനിമ അല്ല. ആരും ഒരു കോമഡി ഫിലിം പ്രതീക്ഷിച്ച് ഈ സിനിമക്ക് പോരുത്. പൊന്മാൻ, ബേസിൽ ജോസഫ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കോമഡി ഫിലിം പ്രതീക്ഷിച്ച് ആരും പോകണ്ട. ഇതൊരു കോമഡി ഫിലിം അല്ല, ഇതൊരു റിയലിസ്റ്റിക് മൂവിയാണ്. നല്ല നമ്മൾ പണ്ടൊക്കെ നമ്മൾ സിനിമ ആണല്ലോ, നമ്മൾ സൺഡേ ഞായറാഴ്ച 4 മണിക്ക് ടി വിയിൽ ഓരോ സിനിമകൾ കാണുമായിരുന്നു. അന്ന് കോമഡി ഒന്നുമില്ല, നമുക്ക് സിനിമ അന്നൊക്കെ ഒരുപാട് ജീവിതഗന്ധിയായ സിനിമകൾ എന്ന് പറയില്ല, അതുപോലെ നമുക്ക് റിലേറ്റബിൾ ആയ കുറേ സിനിമകളൊക്കെ വരുമായിരുന്നു. അതുപോലത്തെ ഒരു ഫിലിമാണിത്. ഫസ്റ്റ് ഹാഫ് നമുക്ക് ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു, നമ്മൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ കണ്ടു പോകുന്നുണ്ട്. പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഈ സിനിമയിൽ. നമ്മൾ അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എപ്പോഴും ബിൽഡപ്പ് ചെയ്ത് അത് ലാസ്റ്റ് എൻഡ് വരെ അത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻഗേജിങ് ആയിട്ട് തന്നെയാണ് സിനിമ കണ്ടത്. ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചും കൂടി എൻഗേജ് സെക്കൻഡ് ഹാഫാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു റിയലിസ്റ്റിക് മൂവിയാണ്, പക്ഷെ നല്ല രീതിയിൽ തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. GR ഇന്ദുഗോപൻ്റെ ഒരു 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്നൊരു നോവലോ കഥയോ അതിനെ അടിസ്ഥാനമാക്കിയാണ് സിനിമ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിലെ ഡയലോഗ്സ് ഒക്കെ ഇവർ തന്നെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത്. ഡയലോഗ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട്, എന്താ പറയുക, നല്ല കുറിക്കുള്ള ഡയലോഗ്സ് എന്ന് പറയില്ല, അതുപോലത്തെ ഡയലോഗ്സാണ്. പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിരുന്നു. സിനിമയുടെ മൂഡ് പിടിച്ച് തന്നെ അത് പോകുന്നുണ്ട്. സിനിമക്ക് പറ്റിയ കറക്റ്റ് മീറ്ററിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. നമ്മുടെ ബേസിൽ ജോസഫൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പുള്ളി ടൈലർ മെയ്ഡ് റോൾ എന്ന് തന്നെ പറയാം. പുള്ളിക്ക് നല്ല ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, അത് പുള്ളി നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ സീനും, ഇമോഷണൽ സീൻ വരുന്നതും പിന്നെ മോട്ടിവേഷണൽ സ്പീച്ച് വരുന്നതും എല്ലാം അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് സജിൻ ഗോപു നമ്മൾ പറയില്ല, ഒരു ദുഷ്ടനായിട്ടുള്ളൊരു കഥാപാത്രം, ഒരു മുരടനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ക്യാരക്ടറാണ് പുള്ളി നല്ല അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ് കാണാനായിട്ട്. അടുത്തത് ലിജോ മോള് ഒരു രക്ഷയില്ലാത്ത അഭിനയം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരത്തി ചില സീനുകളിലൊന്നും ഡയലോഗ്സ് ഇല്ല, ജസ്റ്റ് ആ എക്സ്പ്രഷൻ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യുന്നത്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു പുള്ളിക്കാരത്തിൻ്റെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് നമ്മുടെ ലിജോ മോളുടെ ആംഗലയായിട്ട് വരുന്നൊരു ക്യാരക്ടറുണ്ട്, ബ്രൂണോ. അതും പുള്ളി നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സംഭവം കുറച്ച് ഓവറൊക്കെ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അത് ഓവറല്ല, അത് കറക്റ്റ് മീറ്ററിൽ തന്നെ പുള്ളി ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ജ്യോതിഷ് ശങ്കറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. ആ ഒരു നോവല് എന്നുള്ള സംഭവം നമ്മളൊരു സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോൾ നല്ല രസമായിട്ട് തന്നെ പുള്ളി ചെയ്തു വെച്ചിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പുള്ളിക്ക് ഒരു ഗംഭീര കയ്യടി തന്നെ പുള്ളി അറിയിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണാൻ മസ്റ്റ് വാച്ച് എന്നേ ഞാൻ പറയുള്ളൂ. സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് വാച്ചായിട്ട് ഈ ഫിലിം കാണാം. ഒരിക്കലും ഒരു കോമഡി സിനിമ പ്രതീക്ഷിച്ച് പോരുത്. മസ്റ്റ് വാച്ച് മൂവിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പൊന്മാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.